സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആഫ്റ്റർ ടെക് ആൻഡ് വ്ളോഗ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്ന ആഫ്റ്റർ ലോങ് ടൈം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ ഗൈഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നമ്മുടെ ടൈറ്റിലൊക്കെ കണ്ട പോലെ നമ്മൾ സ്ട്രീമിംഗ് സെറ്റപ്പിനെ കുറിച്ചൊരു ഗൈഡാണ് ചെയ്യണത്. അതായത് സ്ട്രീം ലാബ്സ് അല്ലെങ്കിൽ OBS അതുപോലത്തെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് എങ്ങനെ നമുക്ക് സ്ട്രീം ചെയ്യാം, സ്ട്രീമിങ്ങിൻ്റെ യൂസസ് മീൻസ് സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്, അതിൻ്റെ കസ്റ്റമൈസേഷൻ, അതിനൊക്കെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമുണ്ട് തൊട്ടുള്ള ബെൽ ബട്ടൺ കഴിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമുക്ക് രണ്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. പ്ലാറ്റ്ഫോംസ് അല്ല, സ്ട്രീം ബ്രോഡ്കാസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് OBS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. സ്ട്രീം ലാബ്സ് OBS എന്ന് പറഞ്ഞാൽ രണ്ടും ഒറ്റ കമ്പനിയുടെ തന്നെയാണ്, എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇത് OBS ആണ്. ഇത് കുറച്ചും കൂടെ റെക്കോർഡിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ആക്സസ് പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർ മീൻസ് അങ്ങനത്തെ കുറച്ച് ഇതാണ് ഈ OBS എന്ന് പറഞ്ഞാൽ. പക്ഷെ സ്ട്രീം ലാബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട് ഇതായിട്ട് ഈസി ആക്കി സ്ട്രീമേഴ്സിന് ഈസി ആയിട്ടുള്ള രീതിയിൽ ഒരു സോഫ്റ്റ്വെയറാണ് സ്ട്രീം ലാബ്സ് എന്ന് പറയുന്നത്. ഒരു അപ്പം എൻ്റെ യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്ട്രീം ലാബ്സ് കംപ്ലീറ്റ് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ലൈവ് സ്ട്രീംസും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ദാണ്ട ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ദാണ്ട വെബ്കാമൊക്കെ. പിന്നെ OBSനാണ് കംപ്ലീറ്റ് ഈ റെക്കോർഡിങ്, വ്ളോഗ് അങ്ങനത്തെ ഈ പരിപാടിക്കൊക്കെ ഈ ഡിജിറ്റൽ റെക്കോർഡിങ്ങിനാണ്. കാര്യം എനിക്ക് OBS ആണ് റെക്കോർഡിങ്ങിന് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. സ്ട്രീം ലാബ്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഗോ ലൈവ്, നമുക്ക് ജസ്റ്റ് ഒരു ലൈവിന് വേണ്ടി കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് സ്ട്രീം ലാബ്സ്. അപ്പം നമുക്കിതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് കാണിച്ചു നമുക്ക് കോമണായിട്ട് 3 ക്യാപ്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഇത് ഡിസ്പ്ലേ ക്യാപ്ചർ, ഗെയിം ക്യാപ്ചർ, പിന്നെ വിൻഡോ ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് പറയുകയാണെങ്കിൽ നമ്മളെ ഡിസ്പ്ലേ ക്യാപ്ചർ എന്ന് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഡിസ്പ്ലേ ക്യാപ്ചർ. അതായത് ഇത് അത് എൻ്റെ ഡിസ്പ്ലേ എന്ത് സംഭവിച്ചാലും അത് കാണിക്കും. ഓഫ് ഇത് തന്നെ ഫുൾ പോയി എൻ്റെ ഡിസ്പ്ലേ. പക്ഷെ ഗെയിം ക്യാപ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ സൈസ് ഗെയിം ഉണ്ടല്ലോ, അതായത് ഫുൾ സ്ക്രീൻ ഇട്ട ഗെയിംസും അതുപോലത്തെ ഗെയിംസ് ഐറ്റംസ് എല്ലാം മാത്രം, അതായത് വേറെ ഒന്നും കാണിക്കത്തില്ല. നമ്മുടെ ഗെയിം മാത്രം, വേറെ ഒരു സ്ക്രീനിൻ്റെ ആ ഒരു ഒറ്റ ആപ്പ് മാത്രം കാണിക്കുന്നത് ഗെയിം ക്യാപ്ചർ. വിൻഡോ ക്യാപ്ചർ ഇടുമ്പോഴത്തേക്കും ഈ ഗെയിംസ് തന്നെ ഫുൾ സ്ക്രീൻ ഇട്ടാൽ നമുക്കത് സപ്പോർട്ട് ചെയ്യില്ല. ഈ വിൻഡോഡ് ഫുൾ സ്ക്രീന്, എന്തൊരു ബോർഡർലെസ് വിൻഡോഡ്, അങ്ങനത്തെയൊക്കെ വിൻഡോഡ് ആയിട്ടുള്ള മോഡുകൾ ഇട്ടിട്ടുള്ള ഗെയിംസ് ആപ്ലിക്കേഷൻസ് എല്ലാം വിൻഡോ ക്യാപ്ചർ വഴിയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതാണ് മെയിൻലി ക്യാപ്ചറിങ്ങിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗെയിം ക്യാപ്ചർ വന്നിട്ട് നമ്മുടെ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്, ഗെയിംസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്പ്ലേ ക്യാപ്ചർ നമ്മുടെ എൻ്റയർ മോണിറ്റർ, അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത എൻ്റയർ മോണിറ്ററിൽ എന്ത് നടന്നാലും അത് കംപ്ലീറ്റ്ലി കിട്ടാൻ വിൻഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻ, അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്ക് വിൻഡോഡ് ആയിരിക്കണം. അല്ലാത്ത ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം സ്ക്രീൻ ഷെയർ ചെയ്യാനാണ് വിൻഡോ ക്യാപ്ചർ. അത് നമ്മൾ ചെയ്യണം. നമ്മൾ കോമൺലി എപ്പോഴും യൂസ് ചെയ്യണം ഗെയിം ക്യാപ്ചറും ഡിസ്പ്ലേ ക്യാപ്ചറാണ് ഗെയിമിംഗ് സ്ട്രീമിനൊക്കെ. പിന്നെ സെക്കൻഡായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സ്ട്രീമിങ്ങിന് ഇത് ചെയ്യുന്നതാണ് ഓഡിയോ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും കേസ് നമ്മുടെ കോമൺ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഇവിടെ തന്നെ നമുക്കിപ്പോൾ വേണ്ട ബേസിക് ആയിട്ട് 2 സാധനങ്ങൾ കാണും കേസ്. അതായത് സൗണ്ട് ക്യാപ്ചർ, അങ്ങനെ 2 സാധനങ്ങൾ നമ്മുടെ എന്താന്ന് പറയാ, നമ്മുടെ ഇതിൽ തന്നെ നോക്കിയോ കേസ്. ഡെസ്ക്ടോപ്പ് ഓഡിയോ, മൈക്ക് ആൻഡ് ഓക്സ് എന്ന് പറഞ്ഞിട്ട് 2
കോമൺലി എപ്പോൾ നമ്മൾ കയറിയാലും എന്ത് ചെയ്ത് തുടങ്ങിയാലും അങ്ങനെ 2 കാണും. അപ്പം ഇപ്പൊ OBSലാണെങ്കിൽ എല്ലാത്തിനും ഇതായിരിക്കും ഡെസ്ക്ടോപ്പ് ഓഡിയോ സെപ്പറേറ്റ്. ഇത് നമ്മുടെ ബേസിക് ആയിട്ട് കോമൺലി എല്ലാത്തിനും പറഞ്ഞതാണ്. സ്ട്രീം ലാബ്സ് ഇപ്പം കാണാനില്ല, ഞാൻ വല്ല ഡിസ്കൗണ്ട് പറഞ്ഞൂടാ. അപ്പം അത് യൂസ് ചെയ്യരുത്. കാരണം നമുക്ക് സ്ട്രീം ലാബ്സിൽ അല്ലെങ്കിൽ സ്ട്രീമിങ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓവറിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രീം സ്റ്റാർട്ടിങ് വരും, ഗെയിം സീൻ വരും, ഇന്റർമിഷൻ വരും, കൊളാബ് ഇന്റർമിഷൻ വരും, പിന്നെ എന്താ ബി റൈറ്റ് ബാക്ക്, അതിൻ്റെ ഇല്ല, ബി റൈറ്റ് ബാക്ക് ഒക്കെ പോയി സ്ട്രീം എൻഡിങ് വരും. ഇതിന് നമുക്ക് മൈക്ക് എൻഡ് വരണതെന്ന് പറഞ്ഞാൽ ഇന്റർമിഷനും ഗെയിം സീനിൽ മാത്രമേ ഉള്ളൂ. സ്ട്രീം സ്റ്റാർട്ടിങ്ങിൽ അതിലൊന്നും മൈക്കിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മളിപ്പോ ഈ ഇതില് ഏത് നമ്മുടെ ഇതിട്ട് കഴിഞ്ഞാൽ മറ്റേ കോമൺ മൈക്കിന്റെ ഇതില് മൈക്ക് കൊടുത്താൽ നമ്മളിപ്പോ ഏത് സ്ക്രീനിൽ പോയാലും നമ്മള് ഇതിൽ പോയി കഴിഞ്ഞാൽ അത് മ്യൂട്ട് ചെയ്തെന്ന് വെച്ചോ, ഇതില് ഡിസ്പ്ലേ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പ് ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പം നമ്മളെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇപ്പം സ്ട്രീം സ്റ്റാർട്ടിങ് ആണ്. അപ്പം നമുക്ക് അതിൽ ഓഡിയോ വേണം, ഓഡിയോ വേണ്ട, നമ്മുടെ മൈക്ക് ഓഡിയോ വേണ്ടെങ്കിൽ നമ്മളത് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം മീഡിയയുടെ ഇതാണ് കേട്ടോ. ഗെയിംസിൽ നമ്മൾ വീണ്ടും അൺമ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കോമൺലി ഈ ഡെസ്ക്ടോപ്പ് ഓഡിയോ കംപ്ലീറ്റ് ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിടും. ഡെസ്ക്ടോപ്പ് ഓഡിയോ മൈക്കോക്സ് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് വരുന്ന എല്ലാ സീനിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു ഓഡിയോ ഫയൽസ് രണ്ടും ഇതായിട്ട് കളഞ്ഞിട്ട് നമ്മൾ വേണ്ട ഇതിൽ പോയിട്ട് നമ്മൾ ഇത് ആഡ് ചെയ്യും. ഏത് സോഴ്സ് ആഡ് ചെയ്തിട്ട് അതിൽ ഓഡിയോ, വീഡിയോൻ്റെ ഓഡിയോയിൽ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ആൻഡ് ഓഡിയോ ഔട്ട്പുട്ട് ക്യാപ്ചർ എന്ന് 2 എണ്ണം ഉണ്ട്. അത് രണ്ടും നമ്മളങ്ങ് ഇത് ചെയ്തിടും, ആഡ് ചെയ്യും, സോഴ്സ് ആഡ് ചെയ്യും. അതാകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഓഡിയോ ക്യാപ്ചർ എന്ന് പറഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നമ്മൾ ഓഡിയോ സെറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത് ഡെസ്ക്ടോപ്പ് ഓഡിയോ. ഇത് ഡിഫോൾട്ട് ആയിട്ട് എല്ലാത്തിലും കാണും ഗൈസ്. ഇതിലിപ്പം ഇത്രയും ഓഡിയോ ഇതുണ്ട്, അതൊന്നും പപ്പാതി മറക്കാവൂല. ഇത് തന്നെ ഓക്കെ. മൈക്ക് ഓഡിയോ, മൈക്കോ റോക്സ്, ഡെസ്ക്ടോപ്പ് ഓഡിയോ, ഇത് രണ്ട് ഞാൻ ഇവിടെ ഹൈഡിൻ മിക്സർ കൊടുത്തിട്ടേക്കണേ. കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ സെറ്റ് ഇത് ഒന്നിലേക്ക് ഈ മിക്സറിലേക്ക് ഒരു സോഴ്സ് വെച്ചിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ സോഴ്സിൽ കയറി എടുക്കുക. അതിൽ പോയിട്ട് നമ്മൾ ഈ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇത് ചെയ്യുക, മ്യൂട്ട് ചെയ്തിട്ട്, രണ്ടും മ്യൂട്ട് ചെയ്തിട്ട് ഫുൾ സൗണ്ട് അങ്ങ് കുറച്ചിടുക. മ്യൂട്ട് ചെയ്തിട്ട് മതി, എന്നാലും റിസ്ക് വേണ്ടി സൗണ്ട് കുറച്ചിടുക. എന്നിട്ട് ഇത് ഹൈഡിന് അങ്ങ് മിക്സർ അങ്ങ് അടിച്ചിട്ട് അത് ഫുൾ അങ്ങ് കംപ്ലീറ്റ് പോയിക്കോളും. പിന്നെ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട ഇത് ഏതാണ്, മൈക്ക് ഏതാണ്, ഔട്ട്പുട്ട് നമുക്ക് ഡിഫോൾട്ട്, അത് ഡിഫോൾട്ട് ഇട്ടത്. കാരണം നമ്മൾ അത് നമുക്ക് ഓരോന്നിനും ഓരോ ഇതുണ്ട്. നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺസ് സെപ്പറേറ്റ് ആണ് കൊടുത്തേക്കണം, വേറെയാണ് കൊടുത്തേക്കണം, ഇതിൽ പ്രത്യേകമാണ് കൊടുത്തേക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് പ്രശ്നം. പക്ഷെ ഔട്ട്പുട്ട് എല്ലാവരും കോമൺലി നമ്മൾ ഡിഫോൾട്ട് ആണ് കൊടുക്കാറ്. അതങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഇപ്പൊ ഇന്റർമിഷനിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. അപ്പൊ അതും ക്രിയേറ്റഡ് ആണ്. നമുക്കിപ്പോൾ ഈ ഒരു ഇതില് ഈ ഒരു ഓഡിയോ ക്യാപ്ചറിനാണ് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. ഓഡിയോ ക്യാപ്ചറും ഓഡിയോ ഔട്ട്പുട്ടും ഡിലീറ്റ് ചെയ്തതിന്റെ സോഴ്സിൽ പോയി നമ്മൾ ഓൾറെഡി അവിടെ ഗെയിം സീനിൽ ഒരു ഓഡിയോ ക്യാപ്ചർ, ഒരു ഓഡിയോ ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. അത് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇട്ടു. അത് നമ്മൾ ഇവിടെ പോയി ഒരു ആഡ് ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ ആഡ് സോഴ്സ് കൊടുത്തതിനാൽ ഇവിടെ ആഡ് എക്സിസ്റ്റിംഗ് സോഴ്സ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത എക്സിസ്റ്റിംഗ് സോഴ്സ് ഇവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടാൽ നമ്മൾ ആഡ് ചെയ്യുന്ന സീനിൽ മാത്രമേ നമുക്ക് ഈ ഓഡിയോ ഇത് വരുള്ളൂ, ഏത് ക്യാപ്ചേഴ്സ് വരുള്ളൂ. അല്ലാതെ മറ്റേതുപോലെ എല്ലാത്തിനും വരില്ല. നമ്മളിന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് ഇതെന്ത് ഗ്രൂപ്പിക്കാറാത്ത അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് നമ്മുടെ എന്താണ് മറ്റേത് യൂസ് ചെയ്തതിന് എല്ലാത്തിനും വരും. അതെല്ലാത്തിനും ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ഓഡിയോ ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ സെക്കൻഡ്, നമ്മുടെ വിഷ്വല് സ്ട്രീമിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഓഡിയോ. കറക്റ്റ് മൈക്ക് സെലക്ട് ചെയ്യുക. പിന്നെ മാക്സിമം മൈക്ക് ക്വാളിറ്റി നമ്മളെ ഇത് ചെയ്യുക, ഇതാകാതിരിക്കുക, അത് കുറയ്ക്കാതിരിക്കുക. കാരണം ഓഡിയോ ക്വാളിറ്റി നമ്മൾ നല്ലൊരു മെയിൻ ആണ് നമുക്ക് ലൈവ് സ്ട്രീംസിലൊന്നും വരുമ്പോഴത്തേക്കും. ഓഡിയോ ക്വാളിറ്റിയാണ് കൂടുതലും ഇതാവുന്നത്, വെബ്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ. പിന്നെ നമുക്ക് ഇത് ക്യാപ്ചർ ഇത് പറഞ്ഞപ്പോഴാണ് വെബ്കാം യൂസ് ചെയ്യുന്നുള്ളവരാണെങ്കിൽ അവർക്ക് വരുന്ന വേറൊരു ക്യാപ്ചറാണ്
വീഡിയോ ക്യാപ്ചർ. ഈ വീഡിയോ ക്യാപ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ക്യാപ്ചർ കാർഡിനും വേറൊന്ന് ഇത് ക്യാമറയ്ക്ക്. അത് വരുമ്പോഴത്തേക്കും ക്യാപ്ചർ കാർഡ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സൂപ്പർ. ക്യാപ്ചർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപ്ചർ കാർഡിന്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ലാസ്റ്റ് പറയാം. ഇത് വരുമ്പോഴത്തേക്കും വെബ് ക്യാം യൂസ് ചെയ്യുമ്പോൾ ആ ക്യാപ്ചർ ഇട്ടിട്ട് അതിൽ വെബ് ക്യാം സെലക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൽ ഓവർലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇത് എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരു വെബ് ക്യാമാണ് യൂസ് ചെയ്തത്. ഞാൻ ഇവിടെ 2-3 ഇതാണ് ടെംപ്ലേറ്റ് എടുത്ത് അതിട്ട് പണിതതാണ്. അതിൽ എൻ്റെ വെബ് ക്യാമിൻ്റെ ആസ്പെക്ട് റേഷ്യോ വരുന്ന 16:9 ആസ്പെക്ട് റേഷ്യോയില ഒരു സൂപ്പർ ആസ്പെക്ട് റേഷ്യോയിൽ ഞാൻ വെബ് ക്യാം ഇട്ടിട്ട് അതിൽ എൻ്റെ ഇതിട്ടിട്ടുണ്ട്, ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ എൻ്റെ വീഡിയോ ക്യാപ്ചറിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സീൻ അതിൽ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. അല്ല അത് വരില്ല. ഇതൊക്കെ ഇവിടെ ഈ OBS അത് യൂസിങ് ആണ്. എന്നിട്ട് എനിക്കിപ്പോ ഇവിടെ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ കിടപ്പുണ്ട്. വേണമെങ്കിൽ എനിക്ക് വീണ്ടും ആ ഫ്രെയിം ഇട്ട് ക്യാമറ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് വരിക, ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇതില് സോഴ്സസ് ഉണ്ട് കാണിച്ചത്. ഇത് എവിടെയാണ് സീൻ. അതാണ്ട് ഇതാണ് മീഡിയയിലെ സീൻ. അതായത് ഈ ഒരു പോർഷനിൽ വരുന്ന എല്ലാം ഇത് ഫുള്ള് സീനുകളാണ്. ഇതൊക്കെ സീനാണ്, ഓരോ സീനാണ്. ഇതിൻ്റെ അകത്ത് സോഴ്സ് ആണ്, അതായത് ഓഡിയോ ക്യാപ്ചർ. അതായത് ഇതിലിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതാണ്ട് ഇതിങ്ങനെ എടുത്ത് ഞാൻ ഓൾറെഡി ഒരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വെബ് ക്യാം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത് വന്നിട്ട് സീൻ എടുക്കുന്നു, ആഡ് സീൻ. ഇത്രയും സീനുകൾ അപ്പം അതിൽ ഞാൻ എൻ്റെ വെബ് ക്യാമിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു വന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും കാര്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. പിന്നെ സ്ട്രീമിങ് വരുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിഡ്ജറ്റ്സും അലേർട്ട് ബോക്സുകളും. അത് വരുമ്പോഴത്തേക്കും നമ്മളെ ഇത് ഗെയിം ക്യാപ്ചർ ഇവിടെ അലേർട്ട് ബോക്സ് ഉണ്ട്. ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് അലേർട്ട് ബോക്സ് സെറ്റ് ചെയ്തിടാം. അതായത് എന്തിനാണ് ഇപ്പം ഞാൻ ഇവിടെ ഇട്ടേണത് സബ്സ്ക്രൈബർ. ഇതിൻ്റെ എല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിന് നമുക്ക് കിട്ടൂല, മെമ്പർഷിപ്പ് ഒന്നും ഡൊണേഷൻ ഒന്നും കിട്ടൂല. അപ്പം ഞാനിപ്പം സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബ് സബ്സ്ക്രൈബർ ഇൻക്രീഷൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ വിഡ്ജറ്റ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് വിഡ്ജറ്റ്സ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഞാൻ കുറേ വിഡ്ജറ്റ്സ് ഉണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട അതൊക്കെ നമുക്ക് കിട്ടും, അത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ഇന്റർമിഷനിൽ അത് തന്നെ ഇന്റർമിഷനിൽ ശരി സെപ്പറേറ്റ് തന്നെ ഇവിടെ നമ്മളൊരു ചാറ്റ് ബോക്സിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചാറ്റ് ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്റർമിഷനിൽ ഇടാൻ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ, അതായത് യൂട്യൂബിൽ ഔട്ട്പുട്ടിന്റെ ഇതിൽ സ്ക്രീനിൽ ഇവിടെ ചാറ്റുകൾ, നമ്മുടെ ഈ യൂട്യൂബിൽ ചാറ്റുകൾ ഇവിടെ എഴുതി കാണിക്കും. അത്രേ ഉള്ളൂ. അത് ചാറ്റ് ബോക്സിന്റെ കാര്യം. അതായത് നമ്മുടെ ഈ അലേർട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രീമിന് കുറച്ചും കൂടെ ലൈഫ് വന്ന പോലെ ഫീൽ ചെയ്യും. അതായത് നമ്മുടെ ഓരോ യൂട്യൂബ് സബ്സ്ക്രൈബ് ആഡ് ആവണത്, ലൈക്കുകൾ, അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിരിക്കും കേസ്. പിന്നെ നമുക്ക് സ്ട്രീം സെറ്റിങ്സിനെ പറ്റി പറയാം. അതായത് ഇതിപ്പോൾ ഞാൻ സ്ട്രീം ലാബ്സിൽ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് കിക്കൊക്കെ ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണതാണ്. നമുക്കില്ലാതെ നമുക്ക് വേണമെങ്കിൽ വേണ്ട എവിടെയാണ് ഔട്ട്പുട്ട്, അതെവിടെയായിരുന്നു ഇത് തന്നെ. ഇതിൽ തന്നെ ഈ ലോഗിൻ ചെയ്യുന്നതിന് വരെ ഞാൻ അത് ക്ലോസ് ചെയ്ത് ഞാൻ ഇവിടെ കസ്റ്റം ഡെസിഗ്നേഷൻ കൊണ്ട് തന്നെ എനിക്ക് അവിടെ മറ്റേ സ്ട്രീം കീ അടിച്ചിട്ട് ചെയ്യാം. പക്ഷേ സ്ട്രീം കീ അടിച്ച് തരുന്നതിനെക്കാട്ടി ഞാൻ ലോഗിൻ ചെയ്യണമെന്ന് ഞാൻ പറയണത്. പിന്നെ സ്ട്രീമിങ്ങിൽ എൻകോഡർ വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ ആദ്യമേ ഗ്രാഫിക്സ് കാർഡൊന്നും വെച്ചല്ല വരുന്നത്. അപ്പം സോഫ്റ്റ്വെയറിലായിരിക്കും കിടക്കണത്. അപ്പം നിങ്ങളുടെ NVIC എൻകോഡർ ഉള്ള ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാർഡ്വെയർ NVIC-ലല്ല ഇടേണ്ട, NVIDIA ആണെങ്കിൽ NVIDIA എൻകോഡർ അതിലോട്ട് ഇടുക. കാര്യം അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കും. മറ്റേത് നമ്മുടെ സ്ട്രീം ലാബ്സ്, ഗെയിം, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇത് സ്ട്രീം ലാബ്സ്, ഗെയിം, പിന്നെ എന്തെങ്കിലും മറ്റേ ക്രോം ഉണ്ടെങ്കിൽ അത് എല്ലാം നമ്മുടെ നമ്മുടെ പ്രൊസസ്സറിന്റെ എൻകൗണ്ടറിൽ നിന്നായിരിക്കും വരിക്കുന്നത്. ഇതെടുത്തിട്ട് നമ്മുടെ സ്ട്രീമിങ്ങും സ്ട്രീം ലാബ്സിന്റെ ഒക്കെ
സ്ട്രീം എൻകൗണ്ടറിങ് നമ്മുടെ NVIDIA കാർഡിൽ നിന്ന് എടുത്തോളും. പിന്നെ വീഡിയോ ക്വാളിറ്റി നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം 1080p ആണ്. അത് നമ്മുടെ ഇതിനനുസരിച്ച് അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് FPS അതൊക്കെ. പിന്നെ ഇനിയാണ് ഇതിലൊരു വേറൊരു ഇത് പറഞ്ഞത്, നമുക്ക് ഒരു യൂസ്ഫുൾ ഇത് പറഞ്ഞത്, നമുക്ക് സ്ട്രീം ലാബ്സിന്റെ ബോട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ട്രീം ലാബ്സിന്റെ വെബ്സൈറ്റ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ലോഗിൻ ചെയ്തോട്ടെ. ഓക്കെ 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 ഇതാണ് ഇതിന്റെ ഡാഷ്ബോർഡ്. ഇതിൽ തന്നെ നമുക്ക് വേണ്ട ലാസ്റ്റത്തെ സ്ട്രീം ഇത് ഇന്ന് ടേക്ക് ഡൗൺ ചെയ്ത് ഈ സ്ട്രീം. ഇതിൽ തന്നെ നമുക്ക് വേണ്ട ഡിഫറെന്റ് ആയിട്ട് നമുക്ക് വേണ്ട വിഡ്ജറ്റ്സ് അല്ലെങ്കിൽ അലോട്ട് ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ വേണ്ട ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിന്റെ എവിടെയോ ഓൾ വിഡ്ജറ്റ്സ്. അതെടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പല പല വിഡ്ജറ്റ്സ്, ചാറ്റ് ബോക്സുകൾ, അലേർട്ട് ബോക്സുകൾ, വ്യൂ കൗണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആണ് ഒരു സ്ട്രീമിംഗ് സ്റ്റാർട്ട് ആയത്, ഒരു സ്ട്രീമർ സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് ആദ്യമേ ഈ എന്ത് പറയണ മോഡറേറ്റേഴ്സ് അങ്ങനത്തെ ഒന്നും കാണും. അപ്പൊ നമ്മൾ സ്ട്രീമിൽ ചാറ്റിലൊന്നും ഇതാക്കാനും കുറെ പേരെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ബോട്ട് ഉണ്ട്, അതിനെ അങ്ങ് നമ്മൾ എനേബിൾ ചെയ്യണം. ഇത് ഭയങ്കര മെനക്കെട്ട പണിയാണ്. ക്ലൗഡ് ബോട്ട് എല്ലാം മറ്റേ പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മൾ കുറെ പരിപാടികളൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്താലേ അത് സെറ്റ് ആവുള്ളൂ. അപ്പം ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രീമിന്റെ ഒരു മോഡറേറ്റർ ആണ്. അതായത് ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് സ്ട്രീമിൽ ചാറ്റ് വന്ന് ഇതാക്കുന്ന ആൾക്കാരുടെ ടൈം ഔട്ട് അടിച്ചു വിടുക, വെൽക്കം ചെയ്യുക, ചാറ്റിന്റെ ആൾക്കാരുടെ സ്കോർ, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഈ ബോട്ടുകളൊക്കെ ചെയ്യും. നമ്മുടെ ഒരു ഇത് മോഡറേറ്റർ, അത്രേ ഉള്ളൂ, ഒരു സിമ്പിൾ മോഡറേറ്റർ. അതാണ് നമ്മുടെ ക്ലൗഡ് ബോട്ട്. അത് നല്ലൊരു ഇതാണ് ചെയ്ത് ചാറ്റ് ബോട്ടാണ്. ഇതിനു മുമ്പ് സ്ട്രീം ലാബ്സിന്റെ ബോട്ടായിരുന്നു. സ്ട്രീം ലാബ്സിന്റെ ഒരു മോഡറേറ്റർ ഉണ്ട്, ബോട്ട് സ്ട്രീം ലാബ്സ് എന്ന് പേരുള്ള. അന്ന് സ്ട്രീം ലാബ്സും ക്ലൗഡ് ബോട്ടും രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേസ്. അപ്പൊ അതില് സ്ട്രീം ലാബ്സ് എന്ന് പറയുമ്പോൾ വെറും ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഇതാണ് ക്ലൗഡ് ബോട്ടാണ്. അതായത് വളരെ ബോറായിട്ടുള്ള, അതായത് നമ്മുടെ ഹലോ അയച്ചാൽ പോലും നമ്മളിപ്പോ ഇതില് വേർഡ് പ്രൊട്ടക്ഷനിൽ നമ്മളിപ്പോ ഒരു ഇതാണ്ട ഈ പഴയ ഇതാണ്, പഴയ അതൊന്നും കാണിക്കാൻ പറ്റില്ല. പഴയ സെറ്റാണ്. അതിലിപ്പോ ഏതെങ്കിലും 2 വേർഡുകളൊക്കെ അടുപ്പിച്ച്, അതായത് ഇപ്പം നമ്മളിപ്പോ കൊടുത്തേക്കുന്ന ഒരു വേർഡില് ഹെച്ചും ഓയും ഉണ്ടെന്ന് വിചാരിച്ചോ. എവിടെയെങ്കിലൊക്കെ സ്റ്റാർട്ടിങ് ഹെച്ച്, ലാസ്റ്റ് ഓ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ഒരാൾ ഹലോ അല്ലെങ്കിൽ HLO എന്ന് ടൈപ്പ് ചെയ്തതിനാ ഇത് രണ്ടുകൊണ്ട് അത് ഇത് റെസിസ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ ടൈം ഔട്ട് അടിച്ചു വിടും. അങ്ങനത്തെയൊക്കെയായിരുന്നു. പക്ഷെ ക്ലൗഡ് ബോട്ട് സംഭവം കൊള്ളാം. ക്ലൗഡ് ബോട്ട് നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് നല്ല ഇത് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ബോട്ട് ഈസ് നൈസ്. അതായത് നല്ലൊരു യൂസാണ്. പിന്നെ ഞാൻ ക്യാപ്ചർ കാർഡും തരും. ക്യാപ്ചർ കാർഡും ഒരു മിനിറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പം ക്യാപ്ചർ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാണ് ഇപ്പൊ എന്റെ ഇരിക്കുന്നത്. പി ബോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനൊരു നോർമൽ ക്യാപ്ചർ കാർഡാണ്. ഇതിന് അതിന്റെ ക്യാം എടുത്തപ്പോൾ എനിക്കത് വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേനെ. നമുക്ക് കൂടിയ ഇതൊക്കെ ഉണ്ട്, എൽഗാറ്റോ, അങ്ങനെ കുറെ ബ്രാൻഡുകളുടെ ഒക്കെ ഉണ്ട്. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു PC, അതായത് നമ്മുടെ ഒരു സ്ട്രീമിംഗ് PC എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ തന്നെ ഗെയിം കളിക്കും, സ്ട്രീമിങ്ങിന്റെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും, നമുക്ക് ട്രാക്ക് ചെയ്യണം, ക്രോം, ഡിസ്കോഡ്, പല കാര്യങ്ങളാണ്. അപ്പൊ ഇത് ലോഡ് കൂടുന്തോറും ഗെയിം അതിന്റെ ഔട്ട്പുട്ടിനൊക്കെ നല്ല ഡൗൺഗ്രേഡ് വരും. അപ്പം എല്ലാ പ്രൊഫഷണൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ക്യാപ്ചർ കാർഡ് വാങ്ങിച്ച് നമ്മുടെ PC അല്ലെങ്കിൽ ഗെയിമിംഗ് PC ഗെയിം കളിക്കും. നല്ലൊരു സ്ട്രീമിംഗ്
പി സിയോ ലാപ്പോ എന്താണെന്ന് വെച്ചാൽ വേറൊരു സെക്കൻഡറി യൂണിറ്റിൽ ക്യാപ്ചർ കാർഡ് യൂസ് ചെയ്ത് നമ്മുടെ ഈ പി സി കളിയുന്ന ഗെയിം ആ പി സി അതായത് ഔട്ട്പുട്ട് എടുക്കുന്ന ആ ഒരു ലാപ്പിലോട്ടോ പി സിയിലോട്ടോ ഏതിലാന്ന് വെച്ച് എടുത്തിട്ട് അതിൽ സ്ട്രീം ലാബ്സിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിലെല്ലാം ട്രാക്ക് ചെയ്യും. ഇതിലോ ഈ പി സിയിൽ ഗെയിമും ഡിസ്കോഡും മാത്രം, വേറെ ഒന്നും ചെയ്യില്ല. അപ്പം പെർഫോമൻസ് കൂടും. അതിനാണ് ക്യാപ്ചർ കാർഡ് ഒന്ന് യൂസ് ചെയ്യണത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വെബ്ക്യാം. നമ്മുടെ ഞാനിപ്പോൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീമിംഗ് വെബ്ക്യാമാണ്. സ്ട്രീമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വെബ്ക്യാമാണ്, DSLR അല്ല. എൻ്റെ DSLR ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം അതുപോലത്തെ ഈ വെബ് ക്യാമറ സോണി ZV-10 അതുപോലത്തെ ഒക്കെ ക്യാമറ, വീഡിയോ ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാമറയൊക്കെ നമുക്ക് വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ക്വാളിറ്റി, അതായത് നമ്മുടെ വെബ് ക്യാം ക്വാളിറ്റി നല്ല ഇൻക്രീസ് ആവും. അപ്പം അതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുക. അതായത് വെബ് ക്യാമിന്ന് ഇത് HDMI ഔട്ട്പുട്ട് ഇതിലോട്ട് എടുത്തിട്ട് ഇത് നമ്മളെ ഇതിലോട്ട് കുത്തും. ഇതിലോട്ട് USB കുത്തുമ്പോഴത്തേക്കും നമുക്കത് വെബ് ക്യാം ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് മെയിൻലി ക്യാപ്ചർ കാർഡ് എന്ന് പറയുന്നത് യൂണിറ്റ് യൂസ് ചെയ്യണത്. ഇത് വന്നിട്ട് 4K ഔട്ട്പുട്ട് ആണ്. ഇത് USB 3.0 സപ്പോർട്ടാണ്. പിന്നെ ഇത് മൊബൈൽ, അതൊരു കാര്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഗെയിം അതൊക്കെ നമുക്ക് ഇതിലോട്ട് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ ഇത് മൊബൈൽ ഫോണിൻ്റെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. USB ഔട്ട്പുട്ട് ആയിട്ട് മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ തന്നെ. ഇതിന്റെ കൂടെ തന്നെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഇത് വരുന്നുണ്ട്. ഒരു കാണിച്ചു തരാം. ഒരു OTG വരുന്നുണ്ട്. അത് നല്ല ഹൈ ക്വാളിറ്റി OTG ആണ്. നല്ല P-Boxന്റെ 3.0 OTG വരുന്നുണ്ട്. CSC ടൈപ്പ്. അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ PS5 ഗെയിംസ്, നമ്മൾ PS5 കളിക്കുമ്പം നമുക്ക് സ്ട്രീം ചെയ്യണം. PS5 ഡാറ്റ സ്ട്രീം ചെയ്യാൻ പറ്റില്ല. അപ്പം സ്ട്രീം ചെയ്യുന്നതിന് പകരം ഡാറ്റ സ്ട്രീം ചെയ്യുന്നതിന് പകരം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ PC യിലോട്ട് ഔട്ട്പുട്ട് ഇത് വരുത്ത ക്യാപ്ചർ കാർഡ് എടുത്തിട്ട് PC സ്ട്രീം ചെയ്ത് PS5 കളിക്കും. അതിനൊക്കെയാണ് നമ്മൾ ക്യാപ്ചർ കാർഡ് യൂസ് ചെയ്യണത്. പിന്നെ സ്ട്രീമിങ്ങിന് മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, സ്ട്രീമിങ്ങിന് നമ്മളൊരു പ്രീ സ്ട്രീം ചെക്ക് ലിസ്റ്റ് എടുക്കണം. അത് നമ്മൾ ചെറിയ സ്ക്രിപ്റ്റ് ഇത് ചെയ്തിട്ട് നമ്മൾ സ്ട്രീം സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ മൈക്ക്, ഓഡിയോ എല്ലാം നമ്മളൊരു എന്താ പറയാം, നമ്മളൊരു സ്ട്രീം തുടങ്ങിയ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നത് പോലെ മൈക്ക് ചെക്ക് ചെയ്യുക, നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുക അതൊക്കെ ചെക്ക് ചെയ്യുക, കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യുക, തംബ്നെയിൽ ടൈറ്റിൽ എല്ലാം റെഡിയാക്കുക. കംപ്ലീറ്റ് റെഡി ആയതിനു ശേഷം മാത്രം നമ്മുടെ ഗെയിം ചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആണെന്ന് വരുന്നതിന് മാത്രം സ്ട്രീം ഇടുക. സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ നോക്കി എന്തെങ്കിലും ഡാമേജ് ആണെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു വ്യൂസിൻ്റെ ഇതൊന്നും കുറയും. തംബ്നെയിൽ പ്രോപ്പർ തംബ്നെയിൽ യൂസ് ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുമെങ്കിൽ നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ട്, വിച്ച് ഗെയിം ആറിയോ പ്ലേയിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇന്ന് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയതേ ഉള്ളൂ. GTA 5 എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തതിന് 18+ ഗെയിമാണെന്നും പറഞ്ഞെങ്കിൽ സ്ട്രൈക്ക് കിട്ടിയതേ ഉള്ളൂ. കുഴപ്പമില്ല. ഇത്രയും നാളെ ഞാൻ അത് കൊടുക്കൂലായിരുന്നു. ഇന്നെന്തോ മനസ്സിൽ തോന്നി ചുമ്മാ കൊടുത്തു നോക്കിയതാണ്. ഇത് റീച്ച് നോക്കാൻ വേണ്ടിയിട്ട് സ്ട്രൈക്ക് കിട്ടി. എൻ്റെ ഇത് സ്ട്രൈക്ക് കിട്ടിയില്ലേ, എൻ്റെ വീഡിയോ ഡെക്ലോൺ ചെയ്തു. എനിക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇനി നാളെ ഞാൻ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. ഇന്നിന് എന്താ സ്ട്രീം ചെയ്യാൻ വയ്യ, നാളെ എന്താ സ്ട്രീം ചെയ്യായിരിക്കും ഗൈസ്. നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഇട്ട് ചിലപ്പോൾ ഈ വീഡിയോ നാളെ ഇടും. കുറേ ഇതുണ്ട് മാറ്റം. അത് ചിലപ്പം എഡിറ്റ് ചെയ്ത് തീരണമെങ്കിൽ ഇന്നിടും ഗൈസ്. അപ്പം നമ്മളത് നോക്കിയിട്ടൊക്കെ വേണം സ്ട്രീം ചെയ്യാൻ. നല്ല സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ നല്ലൊരു യൂട്യൂബ് എന്നൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഗൈഡ് ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇനി ഇതുപോലത്തെ സ്ട്രീമിങ്ങും ഗെയിമിങ്ങും അതുപരമായിട്ടുള്ള എല്ലാ ഗൈഡുകളും ഈ ചാനലിൽ വരണമായിരിക്കും ഗൈസ്. അപ്പോൾ അതിലേക്കും സൈനിങ് ഓഫ് ബൈ. ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് ബൈ.